ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇന്നത്തെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള KM ഷാജി ഉൾപ്പെടെ, അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല ഘട്ടത്തിലും മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കേരള നിയമസഭയിൽ തന്നെ അന്നത്തെ ചീഫ് വിപ്പായിരുന്ന KPA മജീദ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ആ ഭൂമി നഷ്ടപ്പെടുത്തി കളയത്തക്ക രീതിയിലേക്കുള്ള ഇടപെടലാണ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ആ ഭൂമി സംരക്ഷിക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് KPA മജീദാണ്. അപ്പോൾ ആ സബ്മിഷനിലൂടെ അതൊക്കെ ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് ഷാ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലപ്പോഴും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ എന്താണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് പണക്കാട് തങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന് ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയുമെല്ലാം ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഒരു പരാമർശം പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെ നടക്കുന്നത് ഏതെങ്കിലും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, അവിടെ ഒരു വർഗീയ ചേരിതിരിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള തർക്കവുമല്ല. അവിടെ നടക്കുന്നത് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റവന്യൂ കേസാണ്, റവന്യൂ തലത്തിലുള്ള ഒരു ഭൂമിയുടെ കേസാണ്. ആ കേസ് സുപ്രീം കോടതിയുടെയും മറ്റ് കോടതികളുടെയും അതേപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണലിൻ്റെയും പരിഗണനയിലിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പിന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, അവിടെ സന്ദർശിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ 610 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. കേരളത്തിൻ്റെ ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ആ 610 കുടുംബങ്ങൾ ആരാണ്, അവരുടെ അഡ്രസ്സ്, അവർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, അവരെത്ര സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം അവരുടെ കയ്യിലുണ്ട്, അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി തയ്യാറായ മുഖ്യമന്ത്രി ആ മുനമ്പത്തിൻ്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ, ആ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഥാർത്ഥ ചിത്രം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടത്തക്ക രീതിയിലേക്ക് ആ ഭൂമിയുടെ അവകാശികളെക്കുറിച്ച് കളക്ടറേറ്റിൽ അവർ വിളിച്ചു വരുത്തിയോ അതല്ലെങ്കിൽ അവിടെ ഒരു അദാലത്ത് പോലെ സംവിധാനം ഒരുക്കിക്കൊണ്ടോ അവരെത്ര പേരുണ്ട് എന്നും അവർക്ക് എത്ര ഏക്കർ ഭൂമി ഈ പറയപ്പെടുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നടത്താൻ തയ്യാറാകേണ്ടതുണ്ട്. വഖഫ് സംരക്ഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് നിയോഗിച്ച രാമചന്ദ്രൻ കമ്മീഷൻ്റെ മുന്നിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡിജിറ്റൽ സർവേ നടത്താൻ തയ്യാറാകണം. അവിടെ നിലവിൽ വഖഫ് മുനമ്പം സമരസമിതി പറയുന്നു അവിടെ ആകെ 144 ഏക്കർ ഭൂമിയേ ഉള്ളൂ, ബാക്കിയുള്ള ഭൂമിയൊക്കെ കടലെടുത്ത് പോയി. അങ്ങനെ ഏതെങ്കിലും ഒരു സമരസമിതി പറയുന്നത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടോ? അവിടെ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, ഇവിടെ റവന്യൂ വിഭാഗമുണ്ട്, അവിടെ വില്ലേജ് ഓഫീസുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, വഖഫ് മന്ത്രിയുണ്ട്, ഈ പറയപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ സംവിധാനങ്ങൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിലേക്ക് അവിടെ ഒരു ഡിജിറ്റൽ സർവേ നടത്തി എത്ര കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, അവരെത്ര ഏക്കർ ഭൂമി ഈ പറയുന്ന മൊത്തം കുടുംബങ്ങൾ അവിടെ ആധാരത്തിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ എത്ര റിസോർട്ടുകളുണ്ട്. ഇവിടെ VD സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാക്കൾ അവിടെ ഒരു റിസോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. പ്രിയപ്പെട്ട പത്രപ്രവർത്തകർ, ഇവിടെ നിന്ന് 10-25 കിലോമീറ്റർ അപ്പുറത്തുള്ള മുനമ്പത്ത് അവിടെ കമ്മീഷൻ ഹാജരായ സമയത്തും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങളവിടെ സന്ദർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ മുനമ്പത്തെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ 610 കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ എത്ര റിസോർട്ടുകളുണ്ട് എന്ന്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഈ സമരസമിതിയുടെ ഭാരവാഹികളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഉള്ള റിസോർട്ടുകളെ കുറിച്ച് ഈ നേതാക്കൾ ആരും സംസാരിക്കുന്നില്ല. അവിടെ ബാറുകളുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, ജഗന്നിയന്താവായ നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി, എൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ മക്കൾ കഴിക്കേണ്ട, എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടേണ്ട ആ ഭൂമി ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള ആ ഔദാര്യമുണ്ട് ഈ സമൂഹത്തോടു കൂടി. വഖഫ് ചെയ്ത ആ ഭൂമിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് റിസോർട്ടുകളാണ്, ആ ഭൂമിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബാറുകളാണ്, ആ ഭൂമിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മസാജ് പാർലറുകളാണ്, അവിടെ ബിയർ പാർലറുകളാണ്. ഈ ഇരിക്കുന്ന പത്രപ്രവർത്തകർ കോഴിക്കോടത്തെയോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ പത്രപ്രവർത്തകർക്ക് അത് അറിയണമെന്നില്ല. എറണാകുളത്തെ പത്രപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പത്ത് നിരന്തരം ചെല്ലുന്നവരാണ്. നിങ്ങൾക്കറിയാം അവിടെ റിസോർട്ടുകളുണ്ട്, ബാറുകളുണ്ട്,
മസാജ് പാർലറുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശവും നടത്താതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട അവിടെ സമരസമിതി പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാർ പറഞ്ഞോട്ടെ, അവിടുത്തെ റിസോർട്ട് മാഫിയകൾ പറഞ്ഞോട്ടെ, പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം. ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന സമരവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണവുമൊക്കെ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ റിസോർട്ട് മാഫിയകളാണ്. അവിടുത്തെ സമരസമിതി ഇപ്പോൾ രണ്ടായി പിളർന്നു. റിസോർട്ടുകാരുടെ ഒരു സമരസമിതിയായും പാവപ്പെട്ടവരുടെ ഒരു സമരസമിതിയായും. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജനൻ ചാനൽ ഒരു ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, ആ ജനൻ ചാനലിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ സമരസമിതിയുടെ ഭാരവാഹിയായിട്ട് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹം അവിടുത്തെ പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ റിസോർട്ട് മുതലാളിയാണ്, അവിടുത്തെ റിസോർട്ട് നടത്തുന്ന ഒരാളെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിൽ ഇരുത്തിയിട്ട് അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ സമരസമിതിയുടെ ആളുകളാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, ഞാൻ റിസോർട്ടും ബാറൊക്കെ ഞാൻ നടത്തും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അവിടെ ഇന്നേ വരെ ഞങ്ങൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചിരുന്നു. വഖഫ് ബോർഡ് ഇന്നേ വരെ അവിടുത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് കുടിയിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടില്ല, നോട്ടീസ് കൊടുക്കപ്പെട്ടിട്ടുള്ളത് 12 റിസോർട്ടുകൾക്കാണ്. ആ 12 റിസോർട്ടുകൾക്ക് അവിടെ വഖഫ് ബോർഡ് കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിസോർട്ട് മാഫിയകൾ ആ പാവപ്പെട്ടവരെ ഒരു എന്താ പറയുക, ഈ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പിന്നിൽ നിന്നുകൊണ്ട് നടത്തപ്പെടുന്ന വളരെ വളരെ ഗുരുതരമായിട്ടുള്ള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭൂമി വാങ്ങി ചതിക്കപ്പെട്ടിട്ടുള്ളവർ, ഏതെങ്കിലും പാവപ്പെട്ടവർ ഈ ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാതെ, മുന്നാധാരം നോക്കാതെ ഏതെങ്കിലും രീതിയിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്നോ അവിടെ വഴിയാധാരമാക്കണമെന്നോ അവരെ തെരുവിലേക്ക് പറഞ്ഞു വിടണമെന്നോ ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടില്ല. കൃത്യമായ രീതിയിൽ അവരെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി അവരുടെ ആധാരം പരിശോധിച്ച് അവർ പൈസ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ വാങ്ങിയതാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.